ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ AWSൻ്റെ കേസിൽ നമുക്ക് ഒരു IoT ഡിവൈസ് നമ്മൾ ക്ലൗഡായിട്ട് എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ESP32 നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ DTH സെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. DTH11 എന്ന് പറഞ്ഞ സെൻസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ നിലവിലുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എല്ലാം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നമ്മൾ ESP32 ഒരു വൈഫൈ മോഡ്യൂൾ വരുന്നുണ്ട്. ആ മോഡ്യൂൾ വഴിയാണ് നമുക്ക് ക്ലൗഡിലേക്ക് നമ്മൾ ഡാറ്റാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു DTH സെൻസറിൻ്റെ കേസിൽ നമ്മൾ ഒരു 3 കണക്ഷൻസാണ് കൊടുക്കുന്നത്. ഒന്ന് ഡാറ്റേൻ്റെ കണക്ഷനാണ്, ഒന്ന് ഗ്രൗണ്ട് കണക്ഷനും, ഒന്ന് നമുക്ക് ഇതിൻ്റെ പവറിൻ്റെ കണക്ഷനുമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു 3 വോൾട്ടിലും പിന്നെ ഗ്രൗണ്ട് കണക്ഷനും പിന്നെ ഒരു 23 എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മളത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലൗഡിലേക്ക് ഡാറ്റ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൻ്റെ വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുക. അതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരിക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൻ്റെ IoT കോർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ESP32 ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ IoT കോർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനേജിൻ്റെ അണ്ടറിൽ ഓൾ ഡിവൈസസ് എന്ന ഓപ്ഷനിൽ നമുക്ക് തിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. ആ തിങ്സിനുള്ള നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്താ വെച്ചാൽ ക്രിയേറ്റ് തിങ് കൊടുക്കുക. ക്രിയേറ്റ് സിംഗിൾ തിങ് വെച്ചിട്ട് തന്നെ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമ്മൾ ഒരു തിങ്ങിൻ്റെ ഒരു പേര് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടല്ലോ AWS ESP32 എന്ന് കൊടുത്ത പോലെ വേറെ എന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക, കംപ്ലീറ്റ് ചെയ്യുക. വേറെ ഇതിനകത്ത് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത വരേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ടാബിൻ്റെ അണ്ടറിലുള്ള പോളിസീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ എക്സാമ്പിൾ കാണിച്ച പോലെ തന്നെ ആ ഒരു ESP32ൻ്റെ ഒരു പോളിസി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്രിയേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോളിസി നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പേര് കൊടുത്തത് നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട സംഭവമാണ് ഈ പോളിസി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളിസി ഡോക്യുമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ JSON അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോഡ് നമുക്കിവിടെ റൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനിവിടെ മുന്നേ ചെയ്ത് വെച്ച കോഡും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ AWS പോളിസീൻ്റെ കേസിൽ ഞാൻ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ JSON കോഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കോഡാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതായത് എല്ലാം ഓൾ എന്ന് പറഞ്ഞ രീതിയിലാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതായത് അതുകൊണ്ടാണ് ഓൾ പെർമിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ കമ്പനി വൈസിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് റെസ്ട്രിക്ഷൻസ് എല്ലാം വെക്കും. ഇപ്പോൾ നമ്മുടെ കേസിൽ ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ JSON കോഡ് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പോളിസീൻ്റെ അകത്ത് പോവുക, ക്രിയേറ്റ് പോളിസി എന്നിട്ട് കൊടുക്കുക, ഒരു പേര് കൊടുക്കുക പോളിസിക്ക്. എൻ്റെ താഴോട്ടേക്ക് വന്നിട്ട് നമ്മളെ JSON കോഡായിട്ട് ഈ ഒരു കോഡ് നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ ഈ ഒരു കോഡാണ് അവിടത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കോഡ് ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പോളിസി ക്രിയേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് കീസ് എന്ന ഒരു പേജിലേക്ക് നമ്മൾ വരിക. അപ്പോൾ ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഒരു പോപ്പപ്പ് ചെയ്ത് വരുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു പേജിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഡിവൈസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതേപോലെ തന്നെ പബ്ലിക് കീ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതേപോലെ തന്നെ പ്രൈവറ്റ് കീ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഈ 3 ഫയൽസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫയൽസാണ്. അപ്പോൾ 3 നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഡൺ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദിസ് ഇസ് ദ ഓൺലി ടൈം യു ക്യാൻ ഡൗൺലോഡ് ദ കീ ഫയൽസ് ഫോർ ദി സർട്ടിഫിക്കറ്റ്. അതായത് ഇത് ഒരു 1 ടൈം പോലെ വരുന്നതാണ്. അപ്പോൾ നമുക്കത് ആ സമയത്ത് തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസാണ് ഈ കാണുന്നത്. ആമസോണിൻ്റെ റൂട്ട് CA1 എന്ന് പറഞ്ഞൊരു സംഭവം, പിന്നെ അതേപോലെ തന്നെ പ്രൈവറ്റ് കീയും ഇവിടെ ഒരു പബ്ലിക് കീയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇത് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുക്കുന്നതാണെങ്കിൽ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് ഒരു ബിഗിൻ സർട്ടിഫിക്കറ്റ്, ഒരു എൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോഡ് കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു സിമിലർ കോഡാണ് നമുക്ക് നമ്മളെ പ്രൈവറ്റിൻ്റെ അകത്തും പബ്ലിക്കിൻ്റെ അകത്തും നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 3 കോഡ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട കോഡുകളാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോഡിൻ്റെ അകത്താണ് നമ്മളെ ഈ ഒരു സംഭവങ്ങളെല്ലാം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. GitHubൽ എങ്ങനെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഡിലേക്കാണ്. അതായത് നമ്മൾ ESP32 വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഡ് നമ്മൾ റൈറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കോഡിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്.
അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തിങ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ പോളിസി ക്രിയേറ്റ് ചെയ്യുക. പോളിസി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ആ സർട്ടിഫിക്കറ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കോഡ് ഈ ഒരു കോഡാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ ഇതിനകത്ത് കാണാൻ പറ്റും. ഞാൻ ഒരു വൈഫൈ ആയിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്, ഗാലക്സി എന്ന് പറഞ്ഞൊരു വൈഫൈയിലേക്ക്. അതിൻ്റെ പാസ്വേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ESP32 എന്ന് പറഞ്ഞ ഡിവൈസ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡാറ്റ നമുക്ക് DTH സെൻസറിൻ്റെ അകത്ത് വരുന്ന ഡാറ്റ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ റൂട്ട് CA എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ ബിഗിൻ സർട്ടിഫിക്കറ്റും എൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോഡാണ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കേസിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ബിഗിൻ സർട്ടിഫിക്കറ്റ് മുതൽ എൻ സർട്ടിഫിക്കറ്റ് വരെയുള്ള കോഡാണ് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. താഴോട്ടേക്ക് വന്നാൽ നമുക്ക് പ്രൈവറ്റ് കീയും പബ്ലിക് കീൻ്റെതും കാണാം. ഇവിടെ പബ്ലിക് കീ കാണാൻ പറ്റും, അതിൻ്റെതും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അങ്ങനെ തന്നെ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴോട്ടേക്ക് വന്നാൽ പിന്നെ നമുക്ക് പ്രൈവറ്റ് കീൻ്റെ കേസ് കാണാം. അതും നമ്മൾ ഇതേപോലെ തന്നെ പ്രൈവറ്റ് കീ നമ്മൾ ഇതേപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കോഡും കൂടി നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് ഈ ഒരു AWSൻ്റെ IoT എൻ പോയിൻ്റ് എന്ന് പറഞ്ഞ സംഭവം. ഈ ഒരു എൻ പോയിൻ്റ് നമ്മൾ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആമസോണിൻ്റെ വെബ്സൈറ്റിലേക്ക് വരിക. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പണ്ട് നമുക്കെന്ന് വെച്ചാൽ സെറ്റിങ്സ് എന്ന ഓപ്ഷനകത്താണ് ഈ എൻ പോയിൻ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മൂവ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡൊമൈൻ കോൺഫിഗറേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഈ ഒരു AWSൻ്റെ എൻ പോയിൻ്റ് IoT എൻ പോയിൻ്റ് എന്താണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എൻ പോയിൻ്റ് നമ്മളിവിടുന്ന് ഡയറക്റ്റ് നമ്മളിവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കോഡിലേക്ക് നമ്മളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ESP32 നമ്മളെ ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു എൻ പോയിൻ്റാണ് ഈ ഒരു എൻ പോയിൻ്റ്. അപ്പോൾ അതും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പോർട്ട് 8883 എന്ന് പറഞ്ഞ ഡിഫോൾട്ട് പോർട്ടാണ് MQTTൻ്റെ. അപ്പോൾ ആ ഒരു പോർട്ട് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ വൈഫൈൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. നിങ്ങൾ എൻ പോയിൻ്റ് നിങ്ങൾ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കോപ്പി ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ബിഗിൻ സർട്ടിഫിക്കറ്റ്, അതായത് ഈ റൂട്ട് CA എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്, പിന്നെ പ്രൈവറ്റ് കീൻ്റെതും പബ്ലിക് കീൻ്റെതും സർട്ടിഫിക്കറ്റിൻ്റെ അകത്തുള്ള കണ്ടൻസ് നമ്മളിവിടെ കോപ്പി ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഈ ടോപ്പിക്കിൻ്റെ ഒരു സംഭവം കൂടി നമ്മൾ നോട്ട് ചെയ്യുക. അതായത് ESP32 സെൻസർ ഡാറ്റ എന്ന് പറഞ്ഞ പേരിലാണ് ഞാനിത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു കണക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ESP32 റൂം എന്ന് പറഞ്ഞ സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കോഡ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഓൾറെഡി എല്ലാം സെറ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ താഴെ കാണാൻ ഡാറ്റ സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതായത് ക്ലൗഡിലേക്ക് ഡാറ്റ അയച്ചു കൊടുക്കുന്നതാണ് ഓരോ മൊമെൻറ്റിലും. അപ്പോൾ ആ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ക്ലൗഡിലേക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മൾ എൻ പോയിൻ്റ് എടുത്തതിൻ്റെ അവിടെ തന്നെ നമുക്ക് താഴെ കാണാൻ പറ്റും MQTT ടെസ്റ്റ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് ടു എ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ ഡാറ്റ ഒന്നും റിസീവ് ആയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കോഡുമായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ESP32 ആയിട്ട് നമ്മൾ കണക്റ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കോഡിൽ തന്നെ നമുക്ക് നോക്കിയാൽ നേരത്തെ കാണാൻ പറ്റും. ഈ ഒരു വൈഫൈൻ്റെ ഡീറ്റെയിൽസിന് അണ്ടറിൽ നമ്മൾ വേറൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോപ്പിക്കിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക് എന്ന് പറയുന്നത് ESP32 സെൻസർ ഡാറ്റ എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ ടോപ്പിക് കൊടുത്തത്. അപ്പോൾ അതേ പേര് തന്നെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ESP32 സെൻസർ ഡാറ്റ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ നമുക്ക് റിസീവ് ആവാൻ തുടങ്ങും. ഇവിടെ കാണാം ഒരു ഡാറ്റ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത ഡാറ്റ വരുമോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി സെറ്റപ്പ് ആണെങ്കിൽ നമുക്ക് ഡാറ്റ റിസീവ് ആവും. ഇവിടെ ഡാറ്റ റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ESP32 വെച്ചിട്ട് നമ്മളെ സെൻസറിലുള്ള ഡാറ്റ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡാറ്റ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഡാറ്റ നമുക്ക് വേണമെങ്കിൽ നമ്മളെ S3 ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ DynamoDB പോലത്തെ ഡാറ്റാബേസിലേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് മാറ്റാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ IoT ഡിവൈസ് നമുക്ക് നമ്മളെ ക്ലൗഡ് സർവീസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ESP32 റൂമിൻ്റെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ പിൻ 1 എന്ന് പറയുന്ന 3 വോൾട്ടിൻ്റെ സപ്ലൈ ആണ്. അതേപോലെ തന്നെ പിൻ 2 എന്ന് പറയുന്ന ഗ്രൗണ്ടാണ്. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ GPIO23 എന്ന് പറഞ്ഞാൽ ഈ 3 പോയിൻ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു DTH11 എന്ന് പറഞ്ഞ സെൻസറിലേക്ക് നമ്മൾ ഈ VCCയിലേക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പവറാണ്. അതേപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന അപ്പുറത്തെ ESP32 ഗ്രൗണ്ട് കണക്ഷനാണ്. അതേപോലെ തന്നെ DOUട്ടിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു സംഭവം, അതായത് GPIO23 എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. DOUട്ട് എന്ന് പറയുന്ന ഡാറ്റ ഔട്ട് എന്നാണ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് റീഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഡാറ്റ ESP32ലേക്ക് അയക്കുന്നത് ആ ഒരു പിന്ന് വഴിയാണ്.
അപ്പോൾ ഇതാണ് നമ്മളൊരു ബേസിക് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ IoT ഡിവൈസ് നമുക്ക് വേണമെങ്കിൽ ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.